ജില്ലയിലേക്ക് പീരുമേട് മണ്ഡലത്തിൽ CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ LDF സ്ഥാനാർത്ഥിയാകും. അന്തരിച്ച വാഴൂർ സോമൻ MLA മണ്ഡലമാണ് പീരുമേട്. ജോസ് ഫിലിപ്പ്, സോബിൻ സോമൻ എന്നിവരും പരിഗണനയിലുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ പല സഖാക്കളുടെയും പേരുകൾ പത്രമാധ്യമങ്ങളിലൂടെ ഉയർന്നു വരുന്നുണ്ട്, ദൃശ്യമാധ്യമങ്ങളിലൂടെ ഉയർന്നു വരുന്നുണ്ട്. പാർട്ടി ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആളായിരിക്കും അവിടെ സ്ഥാനാർത്ഥി. എൻ്റെ പേരും ഇപ്പോൾ അവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും പാർട്ടി തീരുമാനിക്കുന്ന അനുസരിച്ചായിരിക്കും സ്ഥാനാർത്ഥിയാകുകയോ മത്സരിക്കുകയോ ചെയ്യത്തുള്ളൂ. ആൽവിൻ തോമസ് തന്നെ ഇതേ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നുണ്ട്. ആൽവിൻ, അപ്പോൾ കളം നിറയാൻ സലിംകുമാർ റെഡി? തീർച്ചയായും സേതു, അങ്ങനെ തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. നമുക്കറിയാവുന്നതുപോലെ പീരുമേട് മണ്ഡലത്തിലെ MLA ആയിരുന്ന പ്രമുഖ ട്രേഡ് യൂണിയനിസ്റ്റായിരുന്ന വാഴൂർ സോമൻ ഏതാണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അന്തരിച്ചത്. അങ്ങനെ മണ്ഡലത്തിൽ ഇപ്പോൾ MLA ഒഴിവ് ഉണ്ട്. പക്ഷേ CPI തന്നെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി ഇപ്പോൾ അവിടെ MLA ആയി വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ ES ബിജിമോളായിരുന്നു അതിന് മുമ്പുണ്ടായിരുന്ന 3 ടേമിൽ MLA ആയി ഉണ്ടായിരുന്നത്. അത് ES ബിജിമോളിന് ശേഷം വാഴൂർ സോമനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ CPI പ്രതിനിധീകരിക്കുകയും വിജയിക്കുകയും ചെയ്തത്. ഇത്തവണ CPIയുടെ ജില്ലാ സെക്രട്ടറിയെ തന്നെ അവിടെ കളത്തിലിറക്കുക എന്നതാണ് CPI ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വയ്ക്കുന്നത്. K. സലീംകുമാർ പീരുമേട് സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മറ്റ് 2 പേരുകൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. ഒന്ന് AITUCയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ ജോസ് ഫിലിപ്പാണ്. അതോടൊപ്പം തന്നെ വാഴൂർ സോമൻ്റെ മകൻ, അദ്ദേഹം പീരുമേട് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. ഇപ്പോൾ സോബിൻ സോമൻ എന്നുള്ള 2 പേരുകൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. എങ്കിൽ പോലും ഒരുപക്ഷെ അത് ഫൈനലി എത്തുക അത് K. സലീംകുമാർ എന്ന ആളിലേക്കായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പീരുമേട് സീറ്റ് നിലനിർത്തുന്നതിന് ഇപ്പോൾ CPIയുടെ ജില്ലാ സെക്രട്ടറിയെ തന്നെ ഇറക്കി ആ സീറ്റ് നിലനിർത്തുക എന്നതാണ് CPI ലക്ഷ്യം വയ്ക്കുന്നത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ K. സലീംകുമാറിനെ രംഗത്തിറക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തോട്ടം മേഖലയാണ് K. സലീംകുമാർ. മുമ്പ് AITUCയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന അംഗമായിരുന്നു. അതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയൻ രംഗത്ത് ഈ പീരുമേട് അടക്കമുള്ള മേഖലയിൽ, തോട്ടം മേഖലയിൽ K. സലീംകുമാർ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ തോട്ടം തൊഴിലാളികളുമായുള്ള അടുപ്പവും ഒക്കെ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ സലീംകുമാറിനെ രംഗത്തിറക്കാനായി CPI തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാന ഘടകം CPMുമായും നല്ല ബന്ധത്തിൽ പോകുന്ന ഒരു ജില്ലാ സെക്രട്ടറി കൂടിയാണ് CPIയുടെ K. സലീംകുമാർ. നമുക്കറിയാവുന്നതുപോലെ മുമ്പ് MM മണിയും അതോടൊപ്പം തന്നെ KK ശിവരാമനും ഒക്കെ വലിയ തോതിൽ പല വിഷയങ്ങളിലും എതിരിട്ടെങ്കിലും അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങളൊക്കെ പല വിഷയങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ അത്തരത്തിലൊരു വിഷയമൊന്നും ഈ അടുത്ത കാലത്തായി CPM ജില്ലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ CPMൻ്റെ കൂടെ ഒരു പിന്തുണ CPIയുടെ ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് പോസിറ്റീവായി അത് കരുതുന്നുണ്ട്. ഏതായാലും കളത്തിൽ നിറയാൻ തന്നെയാണ് K. സലീംകുമാറും തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടി പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും പീരുമേട് പിടിക്കാനായി CPIക്ക് നിലനിർത്താനായി ഇത്തവണ K. സലീംകുമാർ CPIയുടെ ജില്ലാ സെക്രട്ടറിയെ തന്നെ ഇറക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.